ഹലോ, എല്ലാവർക്കും ഹെൻവിൻ സെവനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. ഇപ്പോൾ ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ വീക്കെൻഡായിട്ട് ചുമ്മാ വീട്ടിലിരിക്കില്ലേ, കുറേ നാളായി ഇങ്ങനെ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് എവിടേക്കാണ് പോകണമെന്ന് നിശ്ചയമൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇറങ്ങിയേക്കാണ്. നമ്മൾ ബസ്സിനാട്ടോ പോകുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ വണ്ടിയിലൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ്സിനാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം വഴിയൊന്നുമില്ല. ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 2 minutes ഒക്കെ നടക്കാൻ തന്നെയുള്ളൂ. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങളിതാ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മിച്ചുക്കുട്ടനാണെങ്കിൽ ബസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വല്ലപ്പോഴാണ് ബസ്സിലൊക്കെ പോകുള്ളൂ, മിക്കപ്പോഴും വണ്ടിയിൽ പോകുന്നുണ്ടേ. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കണത് ബസ്സിൽ കയറാനായിട്ട്. അങ്ങനെ അതാ ബസ് വന്നു. ഞങ്ങളിതേ ബസ്സിൽ കയറാനായിട്ട് നിൽക്കുവാണ്. ബസ്സിൽ കയറിയിട്ട് നമുക്ക് 1-2 ബസ് മാറി കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മാർക്കറ്റിലോട്ടാണ് പോകാമെന്ന് ഫസ്റ്റ് വിചാരിക്കണേ. അപ്പോൾ അതാ നമുക്കിവിടെ ബസ്സിൽ ഇങ്ങനെ നമ്മുടെ ബസ് കാർഡുണ്ട്, അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൽ ഇവിടെ പോവുക. പക്ഷെ ഞാൻ ഇന്ന് കയറിയിട്ട് എന്തോ അതിനൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കാൻ ചെയ്യാനായിട്ടൊരു കുറച്ച് സമയം പോയി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി മിച്ചുക്കുട്ടൻ ഇങ്ങനെ എന്തോ ആ സമയത്ത് പറഞ്ഞിടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണേ. ഞങ്ങളിങ്ങനെ ബസ്സിൽ പോയി. ഞങ്ങളിതായിപ്പോൾ ഓർമ്മയിൽ ഒരു സാറ്റർഡേ മാർക്കറ്റിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് ചെറുതായിട്ട് കാണാം. ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ എന്തായാലും 12 മണി ആയിട്ടുണ്ട്. 12:30 വരെയൊക്കെ ഉള്ളൂന്നാണ് തോന്നുന്നത് മാർക്കറ്റ്. എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാം. ഇവിടെ ഒരുവിധമൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കാറ്റുള്ളതുകൊണ്ടേ ഞാൻ പറയണത് ക്ലിയർ ആവണ്ടോന്ന് എനിക്കറിയില്ല, കാരണം ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട് സെക്ഷനൊക്കെയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഓൾറെഡി ഇപ്പം നമുക്ക് കാണാൻ പറ്റും, അവർ ഒരുവിധമൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ. ഞാൻ പറയുന്നത് ക്ലിയർ ആവണ്ടോന്നും അറിയില്ല. ഇതൊക്കെ നമുക്ക് ഈ ബാറ്ററികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, മൊബൈൽ കവറുകൾ, ഡ്രസ്സും. ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. ഡ്രസ്സുകൾ ആയാലും ബാക്കിയുള്ള ഡെയിലി ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിവിടെ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. കുറച്ച് നേരത്തെ എത്തണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് എത്തിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലേറ്റായി പോയിട്ടുണ്ട്. ഇതൊക്കെ ഗേൾസിനൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, നെയിൽ പോളിഷോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ ഹെയർ ബാൻഡോ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ ഉള്ളവരാരെങ്കിലും, ഇവിടെ വരാത്തവരെല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇനി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല നല്ല പാൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 20 യൂറോയ്ക്കാണ് അവർ പറയുന്നത്. അതിന് വർത്താന്ന് ആണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. റേറ്റ് ഒക്കെ എത്രയാണ് പറയണത് അവർ. ഇവരിത് ക്ലോസ് ചെയ്യണ ആരും കൊണ്ടേ ഭയങ്കര ഒരു റഷാണ് ഇവിടെ ഫുള്ള്. അതെന്താ അത് വലിയവരുടെ പാൻറ്റാടാ അതൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ ടൈമിൽ ഇവിടെ ഫുള്ള് ഭയങ്കര റഷായിരിക്കും, ഫുള്ള് ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞൊരു അരമണിക്കൂർ ക്ലോസ് ചെയ്യണം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു പോലും നമുക്കറിയാൻ പറ്റില്ല. അത്രയ്ക്കും ഡിഫറൻസ് ആയിരിക്കും. അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം വാരി പറക്കിയിട്ട് അവർ പോകും. ഇത് ഓർമ്മയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ആണോന്ന് അറിയില്ല. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഓപ്പൺ ആവണമെന്ന് അറിയില്ല. എനിക്ക് എപ്പോഴും ഓപ്പണിംഗ് ടൈമൊന്നും എനിക്കറിയില്ല. ഇവിടെ സൺഡേസ് കുർബാനയ്ക്കൊക്കെ നമ്മുടെ ആൾക്കാർ മലയാളീസൊക്കെ ഒരുപാട് പോകാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചമ്മി നാറി ഗൈസ്. ഞങ്ങളൊന്നും മേടിക്കാൻ പറ്റാണ്ട് തിരിച്ച് പോകുകയാണ്. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഡെസ്റ്റിനേഷനൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു സ്ലീമയിൽ പോകാം. അവിടെ പോയിന്റ് മാളിൽ പോയിട്ട് കുറച്ച് നേരം തേരാപ്പാര നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് പോയിന്റ് മാളിലേക്ക് പോകാനായിട്ട് ബസ് കയറാൻ പോവാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ബ്ലാങ്കറ്റൊക്കെ മേടിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വന്നപ്പോഴത്തേക്കിനും എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബ്ലാങ്കറ്റിൻ്റെ ഒന്നും കണ്ടതുപോലും ഇല്ല. കുറച്ച് നേരത്തെ എത്തണം. ശരിക്കും നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇവർ ഏർലി മോർണിംഗ് ഓപ്പൺ ചെയ്യണോണ്ട് 12 മണി ആകുമ്പോഴത്തേക്കിനും ഇവരെല്ലാം ക്ലോസ് ചെയ്ത് ഇതാക്കി തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും 12 മണി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങളിതാ തിരിച്ചു പോകാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കാണാം.
പൈസ ഞാൻ ഞങ്ങളത് അലിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ സ്ലീമയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ച് നന്നായി ചെറുതായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി വീഡിയോ എടുക്കലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കാം. ഞങ്ങളിത് ഇവിടെ ഉള്ള ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ നല്ല കളക്ഷനൊക്കെ തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ പോയിന്റ് മാൾ. ഇവിടുത്തെ ഞാനിപ്പോൾ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കയറാൻ പോണത്. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗമൊന്നും കാണിക്കാനുള്ള നിർവാഹമില്ല. നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് പോവുക. പക്ഷെ ഇപ്പോൾ നമ്മൾ ബസ്സിൽ വന്നുകൊണ്ട് ഞങ്ങൾ കുറേ വഴി ചുറ്റി തിരിഞ്ഞ് നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് നടക്കണേ ഉള്ളൂ. മിച്ചുകുട്ടന് പിന്നെ എവിടെ മാളിൽ ചെന്നാലും ഫസ്റ്റ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഈ ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൽ കയറണം. അപ്പം ചുമ്മാ അവനെ ഒന്ന് കയറ്റിയിരുത്തിയതാണ്. നമ്മളിവിടെ കിയാബി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം ഞങ്ങളിതാ ഇവിടെ വന്നു മിച്ചുകുട്ടനെ 2-3 ടീഷർട്ടൊക്കെ സമ്മറിന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള 2-3 ടീഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഇവിടെ നോക്കാം, എന്തെങ്കിലും റേറ്റ് കുറവിന് ഓഫറിനൊക്കെ കിട്ടാന്ന് വെച്ചാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കിഡ്സിൻ്റെ നല്ല കളക്ഷനാണ് ഈ ഷോപ്പിൽ. അത്യാവശ്യം റേറ്റും നല്ല കുറവാണ്. ചീപ്പായിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. അങ്ങനത്തെ അവിടുത്തെ നീണ്ട നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞാൻ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഭയങ്കര ടയേർഡായി. കാരണം സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് സമയമായി. ഞങ്ങളാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 3:30 കഴിഞ്ഞിരുന്നു ആ സമയമായപ്പോഴത്തേക്കിനും. അപ്പോൾ വേഗം ബില്ലടിച്ച് സാധനം മേടിക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായി ആ സമയമായപ്പോഴത്തേക്കിനും. ടയേർഡായിപ്പോയി. ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിട്ടാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു അത്യാവശ്യം നല്ല പർച്ചേസ് അല്ല, ചെറുതായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ടയേർഡായി. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നേക്കാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു റൈസ് ബൗളാണ് ഓർഡർ ചെയ്തത്. അതിലൊരു ചിക്കൻ്റെ കറി ഉണ്ട്, പിന്നെ റൈസും സാലഡൊക്കെ ആയിട്ട്. പിന്നെ ചേച്ചി ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തേക്കണം. മിച്ചുമോനെ ഞങ്ങൾ രണ്ടിനും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. വിശന്നിട്ട് ആകെ ഇതായിട്ടിരിക്കുന്നുണ്ട്, നല്ല ടയർഡായിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാട്ടോ പോയത്. അവിടെ നമുക്ക് ബാഗുകൾ, അതുപോലെ തന്നെ ചെരുപ്പ്, ക്യാപ്പുകൾ, പേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഈ പറഞ്ഞ മാതിരി ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഒരു ഷോപ്പാണ്. നമുക്ക് സാധാരണക്കാർക്കൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങളിതാ വീണ്ടും ഹെവി പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. മടുത്തു പോയാണ്ട് അടുത്ത പർച്ചേസും കഴിഞ്ഞിരിക്കുകയാണ്. പോക്കറ്റ്
ഒന്നും വാങ്ങല്ലോ വിചാരിച്ചിട്ട് വന്നതാ. ബാഗ് മാത്രം വാങ്ങാൻ വന്നതാ. ബാഗ് മാത്രം ഇപ്പൊ വാങ്ങണം, ബാക്കി എല്ലാം വാങ്ങി. കണ്ട 3-4 പാക്കറ്റും അതിന്റെ കൂടെ വേറെ സാധനങ്ങളും. കൊറേ നേരം ബസ് കാത്തിരിക്കണം, ഒരു ബസ് വരുന്നില്ല. സമയം 5:30 മണി. വീടെത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു വെച്ചുകൂട്ടാ. കൊറേ ലേറ്റ് പോയി. രാവിലെ 10:30 മണിക്ക് ഇറങ്ങിയതാ. മിച്ചുകുട്ടന്നെ ആലോചിക്കുന്നു. ബോട്ട് വന്നതാ. ഹലോ, അപ്പൊ ദേ രാവിലെ തൊട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് അതിപ്പോഴാണ് വീട്ടിലെത്തി. ഇപ്പൊ സമയം 6:45 കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ 10:30 മണിക്ക് ഇവിടെ നിന്ന് പോയതാ. കുറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ സാധനങ്ങളൊക്കെ കുറെ വാങ്ങി. വിചാരിച്ചേക്കാളും പൈസ ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. വയ്യാണ്ടായിട്ടുണ്ട്, നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിൽ ഇങ്ങനെ കുറേ നാളായിട്ട് പോവാത്ത കൊണ്ട് അതാ മിച്ചുക്കുട്ടനെ വന്നിട്ടുണ്ട്. മിച്ചുക്കുട്ടൻ പക്ഷെ ഡബിൾ എനർജിയിലാണ് കേട്ടോ ഇപ്പോഴും നിൽക്കണേ. മിച്ചുക്കുട്ടൻ നല്ല അടിപൊളിയായിട്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോകുമ്പോൾ ഇടയാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് പുള്ളി നല്ല കുട്ടിയായിരുന്നു, നടക്കൊക്കെ ചെയ്ത് വേറെ വാശിയൊന്നും പിടിച്ചില്ല. ഗുഡ് ബോയ് ആയിരുന്നു കേട്ടോ. ക്ലേ മേടിച്ചു തരാം കേട്ടോ, കുട്ടിക്ക് ക്ലേ മേടിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടാലോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങള്. ഒരുപാട് സാധനം ഇല്ല, വലിയ കവർ കണ്ട് മേടിക്കണ്ട. അതിന് നിറച്ച് സാധനം ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചെന്ന സമയത്ത് കുറച്ച് ഓഫർ പോലെയൊക്കെ കണ്ടപ്പോ ഞാൻ മിച്ചുക്കുട്ടിന് 2-3 ടീഷർട്ടൊക്കെ മേടിച്ചപ്പോ ഞാൻ ആദ്യം മിച്ചൂസിന്റെ കാണിച്ചു തരാം. ഇത് ഒരു ടീഷർട്ടാണ്. ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ളതാണ്. ഇതിനാകെ 3.5 യൂറോ ആയിട്ടുള്ളൂ. നമുക്ക് സമ്മറിനൊക്കെ ചുമ്മാ പുറത്തും ഇടാനായിട്ട് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത്ര പൈസക്ക് നമുക്ക് ഇനി പെട്ടെന്ന് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടപ്പോ 2-3 ടീഷർട്ട് എടുത്തതാണ്. പിന്നെ ഇത് 2 യൂറോ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് മിച്ചൂസിന്. പിന്നെ ഒരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മാത്രം 4.5 യൂറോ ആയിട്ടുണ്ട്. ബാക്കി എല്ലാതും 2 യൂറോ 3.5 യൂറോ ആയിട്ടുള്ളൂ. അങ്ങനെ 3 ടീഷർട്ടും മിച്ചൂസിന് എടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തുമൊക്കെ ഇടാനും പിന്നെ കുറച്ച് ദിവസം പുറത്തിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീട്ടിലായാലും ഇടാലോ. അങ്ങനെ പിന്നെ ഇത് ഞാൻ ചേട്ടയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഇതിനും അധികം പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ, 10 യൂറോന്റെ താഴെ ആയിട്ടുള്ളൂ ഈ ടീഷർട്ടിന്. ഇത് ഇതുപോലെ നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ല മെറ്റീരിയൽ. ഇനി സമ്മർ ആയി തുടങ്ങി, അപ്പൊ നമുക്ക് ഇത്ര നല്ല വിന്റർ ആയാലും നമ്മൾ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇടാറ്. അപ്പൊ ഒരു ഇതൊക്കെ എല്ലാം കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചേട്ടയുടെ അനിയൻ ഇവിടെ ഉണ്ട്, അപ്പൊ ഇത് അവന് വേണ്ടിട്ട് മേടിച്ചതാട്ടോ. ഇതിന് എന്തോ 12 യൂറോ അത്രയും ഇതിനും ആയിട്ടുള്ളൂ. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ല മേടിച്ചിരിക്കുന്നത്, വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് മേടിച്ചേക്കണേ. പിന്നെ ഇത് ഞാൻ ചേട്ടയ്ക്ക് ഒരു ട്രൗസർ മേടിച്ചതാണ്. ഇതിന് 20 യൂറോ എന്തായിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ നോർമൽ ഒരു ജീൻസിന്റെ ഒരു ട്രൗസർ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഈ സെറ്റ് സോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇത് ഗ്രേഷ്മേച്ചിയുടെ പാന്റാണ്, അതുണ്ട്. ഇതങ്ങോട്ട് മാറ്റാം. ഇവിടെ തലങ്കോലം കണ്ടിട്ട് പേടിക്കണ്ട, ഞങ്ങൾ പോയി വന്നപ്പോ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് തൊപ്പി, ഇത് ഗ്രേഷ്മേച്ചർ, ഇതൊന്നും എന്റെ അല്ല, ഇതൊക്കെ ചേച്ചി മേടിച്ചേക്കണതാണ്. ഇതൊക്കെ കാല സാധനങ്ങളാണ്. പിന്നെ പിന്നെ ഇതാണ് ചെരുപ്പ് മേടിച്ചത്. നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് മ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് ഇങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസും അതുപോലെ തന്നെ ബാഗ് ചെരുപ്പൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ മേടിക്കാറുള്ളത്. അപ്പൊ ഈ ചെരുപ്പിന് എത്രയാ? 13 യൂറോ. അതെ, ഇതിന് ഓഫർ ഉണ്ടായിരുന്നു, മദേഴ്സ് ഡേയുടെ ഓഫർ ഉണ്ടായിരുന്നു. അവിടെ 30% ഓഫർ എല്ലാ ഐറ്റംസിനും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് 21 യൂറോന്റെ ചെരുപ്പാണ്, പക്ഷെ ഇത് 13 യൂറോയ്ക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മേടിച്ചതാണ് ഈ ഒരു ബാഗ്. ഇത് ഞാൻ സത്യത്തിൽ അവിടെ നിന്ന് ഇട്ടിട്ട് വന്നു, കാരണം നമുക്ക് ഓൾറെഡി കുട്ടിയും ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് അവിടെ നിന്ന് ഇട്ടിട്ടാ വന്നേ. അപ്പൊ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തു. നല്ല ബാഗ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഓഫറിനൊന്നല്ല, ഇതിന് എത്ര 30 യൂറോ എന്തായിട്ടുണ്ട്. എനിക്കിത് ഓഫീസിലേക്ക് പോകുമ്പോ എന്റെ ബാഗില് കംപ്ലൈന്റ് ആയി തുടങ്ങി. ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ ഓഫീസിൽ പോകുമ്പോ ഇടാനായിട്ട് ഒരു ബാഗ് മേടിച്ചതാണ്. ഇതാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഒരു ചെറിയൊരു കമ്മലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മ്യൂ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുഞ്ഞൊരു കമ്മലാണ്. 3 സെറ്റിന്റെ, ഇത് 2 യൂറോയുടെ താഴെ ഉള്ളൂ 3 സെറ്റ് കമ്മലിന്.
അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. സത്യത്തിൽ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. രാവിലെ ഇറങ്ങി ഇത്രയും സമയമാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ്സ് ഒക്കെ കുറച്ച് പേർക്ക് ഇടുന്നുണ്ട്. അപ്പൊ വളരെ സന്തോഷം. നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇനി രേഖപ്പെടുത്താം. അപ്പൊ ഞാൻ വീണ്ടും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.